Hello dear students, welcome back. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫി +1 മോഡൽ എക്സാം 2025 ഫെബ്രുവരിയിൽ നടന്ന +1 ജോഗ്രഫി മോഡൽ എക്സാമിന്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. ഈ വർഷം കഴിഞ്ഞ നമ്മളെ ബോർഡ് എക്സാമിന് കണ്ട അതേ പാറ്റേൺ തന്നെയാണ് മോഡലിന് പിന്തുടർന്നിരിക്കുന്നത്. അതിലെ സെക്ഷൻസിലൊന്നും മാറ്റമില്ല. സോ നമുക്ക് ഈ വരുന്ന ബോർഡ് എക്സാമിനും ഇതേ ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 4 സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സെക്ഷൻ എ ടു ഡി. സെക്ഷൻ എ എന്ന് പറയുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 6 ചോദ്യങ്ങളുണ്ട്. 6 കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നീട് സെക്ഷൻ ബി 2 മാർക്സും സി 3 മാർക്സും പിന്നെ 4 മാർക്കിന്റെ സെക്ഷൻ ഡി, അങ്ങനെ 4 സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്. MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. 4 ഓപ്ഷൻസ് ഉണ്ട്. കൃത്യമായി ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. നമുക്ക് ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ മോസ്റ്റ് പോപ്പുലർ ആർഗ്യുമെന്റ് റിഗാർഡിംഗ് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. സ്ഥിരമായ ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സിൽ നിന്നുള്ളത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രചാരത്തിലുള്ള സിദ്ധാന്തം ഏത്? പ്രപഞ്ചോൽപത്തിയെ പറ്റിയുള്ള ഉത്തരം ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടന സിദ്ധാന്തം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ബി ആണ്, ബിഗ് ബാങ് തിയറി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ലെയർ ഓഫ് എർത്ത് which is known as നിഫെ. നിഫെ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഉൾഭാഗം കോർ ആണ്. നിഫെ എന്ന് പറഞ്ഞാൽ നിക്കലും ഫെറസും എന്നാണ് കേട്ടോ. Na എന്ന് പറയുന്നത് നിക്കലും Fe എന്ന് പറയുന്നത് ഫെറസും കാണപ്പെടുന്നത് കോർ ആണ്. സിംഗിൾ ടേം ഫോർ ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ. ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണങ്ങളെ സൂചിപ്പിക്കുന്ന ഒറ്റ പദം ഇൻസൊലേഷൻ ആണ് കേട്ടോ. ഇൻകമിംഗ് IN, സോളാർ SO, റേഡിയേഷന്റെ അവസാനത്തെ പാർട്ട്, അങ്ങനെയാണ് ഇൻസൊലേഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണങ്ങളെ സൂര്യതാപം എന്ന് പറയുന്നു കേട്ടോ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ പീരിയോഡിക് റൈസ് ആൻഡ് ഫോൾ ഇൻ സീ ലെവൽ ഈസ് കോൾഡ് ടൈഡ്. വേലികൾ. സമുദ്രത്തിന്റെ ക്രമാനുഗതമായ ഉയർച്ചയും താഴ്ചയും നമ്മൾ വിളിക്കുന്ന പേര് വേലികൾ എന്നാണ്. ടൈഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ടൈപ്സ് ഓഫ് ടൈഡ് ഒക്കെ ചോദിക്കാറുണ്ട്. ഈ വർഷത്തെ മോഡലും ചോദിച്ചിരുന്നു, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക, ബോർഡ് എക്സാമിന് ചോദ്യങ്ങൾ വരാം. ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ നാരോ ബെൽറ്റ് എമംഗ് ദി ശിവാലിക് ഫുഡ് ഹിൽസ് വേർ സ്ട്രീംസ് ഡിസപ്പിയർ. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളുടെ ഇടുങ്ങിയ ഭാഗത്തെ ഏത് പേര്, മേഖല ഏത് പേര് വിളിക്കുന്നു? ഒരു സംശയം വേണ്ട, ഭാബർ ആണ് ഉത്തരം. ഭാബർ, തെറായ്, അലൂവിയൽ പ്ലെയിൻസ്, അങ്ങനെ 3 ആയിട്ടാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിനെ, ഉത്തര മഹാസമുദ്രങ്ങളെ തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗമാണ് ഭാബർ. ഭാബറിലാണ് സ്ട്രീംസ് അല്ലെങ്കിൽ പുഴകളും അരുവികളൊക്കെ അപ്രത്യക്ഷമാകുന്നത്. തൊട്ടടുത്ത ഭാഗമായി തെറായ് എന്ന് പറയുന്ന ഭാഗത്ത് അത് പ്രത്യക്ഷമാകുന്നു, അപ്പിയർ ആകുകയും പിന്നെ അലൂവിയൽ പ്ലെയിൻസിലോട്ട് ഒഴുകുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് കേട്ടോ. ഇതിൽ ബാക്കി ഓപ്ഷൻസും ഒക്കെ എന്ന് പറഞ്ഞിരിക്കുക. ഖാദർ, ബങ്കറും 2 ടൈപ്സ് ഓഫ് അലൂവിയൽ പ്ലെയിൻസ് ആണ്, അതായത് അലൂവിയൽ സോയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഖാദർ ന്യൂ അലൂവിയലും ബങ്കർ ഓൾഡ് അലൂവിയലും. അതുപോലെ കരേവാസ് ടൈപ്പ് ഓഫ് റെഡ് സോയിൽ, ഒരു തരം റെഡ് സോയിൽ ആണ്. സാഫ്രൺ ഒക്കെ ഗ്രോൺ ചെയ്യുന്ന ഒരു സോയിലാണ് ഹിമാലയസിൽ കാണുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം ഭാബർ ആണ്, മറന്നു വരുന്നത്. തെറയില് റിവേഴ്സ് അപ്പിയർ ആവുകയും ഭാബറിൽ ഡിസപ്പിയർ ആവുകയും ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് എക്സ്പ്ലോസീവ് ഓഫ് എർത്ത് വോൾക്കാനോസ്. ഭൂമിയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും സ്ഫോടനാത്മക കാൽഡറയാണ് ഉത്തരം. ഓക്കെ, കാൽഡറ എന്ന് പറയുമ്പോൾ ക്രേറ്റർ വലുതായിരിക്കും, വലിയ ക്രേറ്റർ ഉള്ള വോൾക്കാനോസ് ആണ് കാൽഡറാസ് എന്ന് പറയുന്നത്. അപ്പോൾ കാൽഡറയാണ് ഉത്തരം വരുന്നത്. ഇതാണ് 6 ചോദ്യങ്ങൾ. സെക്ഷൻ എയിലെ 6 കമ്പൽസറി ആണ്. 6 എല്ലാവരും അറ്റൻഡ് ചെയ്തിരിക്കണം, തെറ്റിക്കാതെ അറ്റൻഡ് ചെയ്യുക. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്തത് സെക്ഷൻ ബി ആണ്. ആൻസർ എനി 10 ക്വസ്റ്റ്യൻ ഫ്രം 7 to 18 ഈച്ച് ക്യാരീസ് 2 മാർക്സ്. 10 ചോദ്യങ്ങളാണ് ഈ സെക്ഷനിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. 12ഓളം ചോദ്യങ്ങൾ ഈ സെക്ഷനിലുണ്ട്. 10 ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 2 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള, നിങ്ങൾക്ക് ആ കൂൾ ഓഫ് ടൈമിൽ പ്രയോജനപ്പെടുത്തുക. ഏറ്റവും എളുപ്പമുള്ള 10 എണ്ണം മാർക്ക് ചെയ്ത് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. 7ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ 4 ബ്രാഞ്ചസ് ഓഫ് ബയോജോഗ്രഫി. ജൈവ ഭൂമിശാസ്ത്രത്തിന്റെ 4 ശാഖകൾ കണ്ടെത്തുക. 1ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഫിസിക്കൽ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ, ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഫിസിക്കൽ ജോഗ്രഫി, ഭൗതിക ഭൂമിശാസ്ത്രത്തിന്റെ ശാഖകൾ എഴുതാനൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഈ വട്ടം ബയോജോഗ്രഫിയിലെ 4 ശാഖകൾ ചോദിച്ചിരിക്കുന്നു. ഒരു സംശയം വേണ്ട, 4 ബ്രാഞ്ചസ് എന്ന് പറയുന്നത് പ്ലാന്റ് ജോഗ്രഫി, സസ്യ ഭൂമിശാസ്ത്രം, സൂ ജോഗ്രഫി, ജന്തു ഭൂമിശാസ്ത്രം, എക്കോളജി അല്ലെങ്കിൽ എക്കോസിസ്റ്റം, ആവാസ ശാസ്ത്രം, ആവാസ വ്യവസ്ഥ, അതുപോലെ 4ാമത്തത് എൻവയോൺമെന്റൽ ജോഗ്രഫി, പരിസ്ഥിതി ഭൂമിശാസ്ത്രം. ഇത് 4ഉമാണ്. പ്ലാന്റ് ജോഗ്രഫി, സൂ ജോഗ്രഫി, എക്കോളജി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ജോഗ്രഫി. ഈ 4ഉം എഴുതുക. ഇതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ല, 2 മാർക്കിന്റെയാണ്. അതായത് ഈ 4 ബ്രാഞ്ചസിന്റെ പേര് മാത്രം എഴുതിയാൽ മതി. 1/2 മാർക്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ മൊത്തം 4 പോയിന്റ്, അങ്ങനെ 2 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അടുത്ത 8ാമത്തെ ചോദ്യം, സജസ്റ്റ് സം മെഷേഴ്സ് ടു റെഡ്യൂസ് ദി എഫക്ട്സ് ഓഫ് എർത്ത്ക്വേക്ക്. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മുൻ വർഷങ്ങളിലെല്ലാം ചോദിച്ചിട്ടുള്ള
ഭൂകമ്പത്തിന്റെ ലഘൂകരിക്കൽ മാർഗങ്ങളെന്നോ അല്ലെങ്കിൽ അതിന്റെ പരിണിത ഫലങ്ങളെ കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളെന്നോ, മിറ്റിഗേഷൻ എന്നൊക്കെ പറയാറുണ്ട് ഈ ഒരു വാക്കിനെ. മെഷേഴ്സ് ടു റെഡ്യൂസിനെ ഒറ്റ വാക്കായിട്ട് നമുക്ക് മിറ്റിഗേഷൻ എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വേർഡ് കണ്ടാലും ഡൗട്ട് വേണ്ട, മിറ്റിഗേഷൻ എന്നും ഇവിടെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ മിറ്റിഗേഷൻ സ്റ്റെപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എർത്ത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു അസാഡാണ്. അപ്പോൾ എർത്ത് മിറ്റിഗേഷൻ മെഷേഴ്സ് 4 ഉണ്ട്. അപ്പോൾ സുഖമായി നമുക്ക് 2 മാർക്ക് ഇവിടെ കിട്ടും, 4 പോയിന്റ് ഉണ്ട്. എസ്റ്റാബ്ലിഷ് എർത്ത് മോണിറ്ററിംഗ് സെന്റേഴ്സ്, ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. പ്രിപ്പയർ എർത്ത് വൾണറബിലിറ്റി മാപ്പ്, ഭൂകമ്പ ബാധിത പ്രദേശങ്ങളുടെ ഭൂപടം നിർമ്മിക്കുക. ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ട് എർത്ത് റെസിസ്റ്റന്റ് ബിൽഡിംഗ്സ്, ഭൂകമ്പ പ്രതിരോധിക്കുന്ന കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുക. ആൻഡ് ഫൈനലി റെസ്ട്രിക്ട് ഹൈ റൈസ് ബിൽഡിംഗ്സ് ആൻഡ് ലാർജ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്സ് ഇൻ എർത്ത് പ്രോൺ ഏരിയാസ്, ഭൂകമ്പ സാധ്യത പ്രദേശങ്ങളിൽ അമ്പരചുംബികളായ കെട്ടിടങ്ങളും വൻകിട വ്യവസായങ്ങളും സ്ഥാപനങ്ങൾ നിർമ്മാണം ഒഴിവാക്കുക എന്നതാണ് 4. അപ്പൊ ഇതിൽ ഇനിയും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേറെയും നമുക്ക് വേറെ പഠിച്ചിട്ടുള്ള പോയിന്റ് ഓർമ്മയുണ്ടെങ്കിൽ അത് എഴുതാം. ഇവിടെ 4 പോയിന്റ് ഉണ്ട്, നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് എഴുതിയെടുക്കാം. നല്ല 4 പോയിന്റുകളാണ്. അപ്പൊ ഇതേപോലെ മറ്റ് ഡിസാസ്റ്റേഴ്സിന്റെയും ചോദിക്കാറുണ്ട്, ഫ്ലഡ്, ഡ്രൗട്ട് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം എർത്ത് പക്ഷേ സ്ഥിരമായി ചോദിക്കുന്ന ടോപ്പിക്കാണ്. ഈ വർഷം അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കുക. ഈ ചോദ്യം വന്ന സ്ഥിതിക്ക് ഇനി ബോർഡിന് ഈ ഒരു ചോദ്യം ഇതേപോലെ ചോദിക്കില്ല. അതുകൊണ്ട് മറ്റ് ഡിസാസ്റ്റേഴ്സിന്റെ മിറ്റിഗേഷൻ അല്ലെങ്കിൽ മെഷേഴ്സ് ടു റെഡ്യൂസ് എഫക്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇനി 9ാമത്തെ ചോദ്യം, നെയിം ദ മേജർ പ്ലേറ്റ്സ് അക്കോർഡിംഗ് ടു പ്ലേറ്റ് ടെക്ടോണിക് തിയറി. ഇതും റിപ്പീറ്റഡ് ചോദ്യമാണ്. സെക്കൻഡ് ടേമിൽ നിന്ന് ഡയറക്റ്റ് റിപ്പീറ്റ് വന്നിരിക്കുന്നു. ഇത് തന്നെ മൈനറും ചോദിക്കും, മേജറും രണ്ടും ഒരുമിച്ച് ചോദിക്കാറുണ്ട്. ഇവിടെ മേജർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 മാർക്കിന്റെ ചോദ്യമായതുകൊണ്ട് നിങ്ങൾ 7 പ്ലേറ്റ് ആണ് ഉള്ളത്. 7 എഴുതേണ്ട ആവശ്യമില്ല, 4 ഏതെങ്കിലും ഒരു 4 എഴുതിയാൽ മതി. നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ 7 കോണ്ടിനെന്റ്സിന്റെ പേര് ഓർമ്മയുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൽ എഴുതാൻ സാധിക്കും. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു പസഫിക്കും പിന്നെ ഇൻഡോ ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. ബാക്കി അന്റാർട്ടിക്, നോർത്ത് അമേരിക്കൻ, സൗത്ത് അമേരിക്കൻ, ആഫ്രിക്കൻ ഒക്കെ കോണ്ടിനെന്റ്സ് നമ്മുടെ ഭൂഖണ്ഡങ്ങളുടെ പേര് ഓർമ്മയുണ്ടെങ്കിൽ സുഖമായി നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ മേജർ പ്ലേറ്റും മൈനർ പ്ലേറ്റുകളും അതുപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 6 7 മൈനർ പ്ലേറ്റ് ഉണ്ട്, അതിന്റെ പേരുകൾ കൂടി പഠിക്കുക. മേജർ ചോദിച്ച സ്ഥിതിക്ക് ഇനി അടുത്തതിന് മൈനറോ അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് 3 പ്ലേറ്റ് ബൗണ്ടറീസ് ആണ്. 3 ടൈപ്സ് ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ് അല്ലെങ്കിൽ പ്ലേറ്റ് മൂവ്മെന്റ്സ്, കൺവേർജന്റ്, ഡൈവേർജന്റ്, ട്രാൻസ്ഫോം. അതായത് സംയോജക, വിയോജക, രൂപാന്തര അല്ലെങ്കിൽ ഛേദക സീമകൾ എന്ന് പറഞ്ഞ് 3 ഉണ്ട്. അത് ചോദിക്കാം. കാരണം ഈ ഒരു മോഡൽ അത് ചോദിക്കാത്തത് കൊണ്ട് എന്തിന് ചോദിക്കാം, ബോർഡിന് അത് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ മേജറോ മൈനറോ പ്ലേറ്റുകളുടെ പേര്, ഇത് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 10ാമത്തെ ചോദ്യം നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഇത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ്, ഡിസാസ്റ്റേഴ്സിൽ നിന്നുള്ളതാണ്. ഇതിൽ അറ്റ്മോസ്ഫിയറിക്, ടെറസ്ട്രിയൽ, അക്വാട്ടിക്, ബയോളജിക്കൽ അങ്ങനെ 4 ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കീഴിൽ അവർ ഓരോ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ബാക്കി മറ്റ് എക്സാമ്പിളുകൾ നമ്മൾ എഴുതി ചേർക്കുക എന്നാണ്. അങ്ങനെ പട്ടിക പൂർത്തിയാക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ അന്തരീക്ഷജന്യ അറ്റ്മോസ്ഫിയറിക് ഡിസാസ്റ്റേഴ്സിൽ ടൊർണാഡോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റേതെങ്കിലും ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട ഒരു ഒരു ദുരന്തം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന സൈക്ലോൺ ആണ്. സൈക്ലോൺ മാത്രമല്ല കേട്ടോ, കൊടുങ്കാറ്റ് എഴുതാം. ഇപ്പൊ ടൊർണാഡോയും അതിന്റെ കീഴിൽ വരുന്നതാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോംസ് എന്ന് എഴുതാം. അത് ഒരു ഹറിക്കെയിൻസ്, സൈക്ലോണിന് വരെ ഹറിക്കെയിൻസ് എന്ന് എഴുതാം. അപ്പോൾ സൈക്ലോൺസ്, ഹറിക്കെയിൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. സ്റ്റോംസ് എഴുതാം കേട്ടോ. ടൊറൻഷ്യൽ റെയിൻഫോൾ എഴുതാം. അത് പറഞ്ഞാൽ പേമാരി എന്ന് പറയും കേട്ടോ. പേമാരി, ടൊറൻഷ്യൽ റെയിൻഫോൾ, ഇതെല്ലാം അറ്റ്മോസ്ഫിയറിക് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സൈക്ലോൺ നമുക്ക് കുറച്ചുകൂടി അറിയാവുന്നതായിട്ട് സൈക്ലോൺ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. അടുത്ത ടെറസ്ട്രിയൽ ആണ്. ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ ഭൗമജന്യം, ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ലാൻഡ് സ്ലൈഡ് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എർത്ത് എഴുതാം, ഡ്രൗട്ട് എഴുതാം കേട്ടോ. വരൾച്ച ഒരു ടെറസ്ട്രിയൽ ഡിസാസ്റ്റർ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻ എഴുതാം, അത് ടെറസ്ട്രിയൽ ആണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട ഏതൊരു ദുരന്തവും നിങ്ങൾക്ക് എഴുതാം. ഭൂമിയിൽ ഉണ്ടാകുന്ന ഏതൊരു ദുരന്തവും എഴുതാം. അപ്പോൾ ലാൻഡ് സ്ലൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എർത്ത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് എർത്ത് ആയതുകൊണ്ട് ഭൂകമ്പം അല്ലെങ്കിൽ എർത്ത് കൊടുക്കാം. അടുത്തത് അക്വാട്ടിക് ആണ്. അക്വാട്ടിക് എന്ന് പറയുമ്പോൾ പേര് നിങ്ങൾക്ക് വ്യക്തമാണ്, ജലജന്യ ദുരന്തങ്ങളെ പറ്റിയാണ്. അപ്പൊ സുനാമി അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാവുന്ന മറ്റേതെങ്കിലും ഒന്ന് എഴുതാം, ഫ്ലഡ് എഴുതാം കേട്ടോ. ഫ്ലഡ് ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഫ്ലഡ് അക്വാട്ടിക് ആണ്. പിന്നെ ഈ സീ സർജ് അല്ലെങ്കിൽ സുനാമിയുമായി ബന്ധപ്പെട്ട കോസ്റ്റൽ ഇറോഷൻ, ഈ തീരപ്രദേശത്തുണ്ടാകുന്ന മറ്റ് ഏതെങ്കിലും ഒക്കെ ഇത് നമുക്ക് എഴുതാവുന്നതാണ്. ഇവിടെ കുറച്ചുകൂടി നമുക്ക് സിമ്പിൾ ആയിട്ട് കോസ്റ്റൽ ഫ്ലഡ് ഉണ്ട്. ഫ്ലഡിന്റെ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇവിടെ ഫ്ലഡ് ഞാൻ കോമൺ ആയിട്ട് സൂചിപ്പിച്ചതേ ഉള്ളൂ, ഇത് കറക്റ്റ് ആണ്. അടുത്ത ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്,
ജൈവജന്യാണ്. അതിന് നമുക്ക് രോഗങ്ങളെയൊക്കെയാണ് കൂടുതലും എഴുതാൻ സാധിക്കുന്നത്. അതായത് മൃഗങ്ങളിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ പകരുന്നതായിട്ടുള്ള നമ്മൾ പാൻഡമിക് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എപ്പിഡമിക്സും ഒക്കെ അത് വരുന്നതാണ്. അതായത് പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ മഹാമാരി. അപ്പൊ നമുക്ക് വേറൊരു സംശയം വേണ്ട, നമുക്ക് എല്ലാവർക്കും എഴുതാവുന്ന ഒരു മഹാമാരി ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷം മുമ്പ് ഉണ്ടായ കോവിഡ് ആണ് കേട്ടോ. കോവിഡ്, അപ്പോൾ ആ ഒരു കോവിഡിനെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം COVID-19 എന്ന് എഴുതാം, അല്ലെങ്കിൽ നിപ്പ എഴുതാം. നിപ്പയും കേരളത്തിൽ വന്നിട്ടുള്ള ഒരു എപ്പിഡമിക്സ് ആണ്. അതുപോലെ ഏതെങ്കിലുമൊക്കെ ഫ്ലൂ എഴുതാം കേട്ടോ. മറ്റ് ഒരുപാടുണ്ട്. അപ്പൊ പ്ലേഗ് എഴുതാം. കുറെ കുട്ടികൾ പ്ലേഗ് എഴുതാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പ്ലേഗ് എഴുതാം, കുഴപ്പമില്ല. കാരണം പ്ലേഗ് ഒരു എപ്പിഡമിക്സ് ആണ്. ഒരേ സ്ഥലത്ത് കുറെ ആളുകളെ ബാധിക്കുന്ന, മരണത്തിനിടയാവുന്ന ഒരു ദുരന്തമാണല്ലോ. അപ്പൊ അതൊക്കെ എഴുതാവുന്നതാണ്. എങ്കിലും നിപ്പ, കോവിഡ് ഒക്കെ കോമൺ ആയിട്ട് എഴുതാവുന്ന ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് ആണ്. ഇനി അടുത്തത് 11ാമത്തെ ചോദ്യം. നെയിം ദ കൺട്രീസ് അതർ ദാൻ ഇന്ത്യ വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ബോർഡിന്റെ മോഡലിലൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യ ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങൾ ഏതെല്ലാം എന്നാണ്. അപ്പൊ ഇന്ത്യ അതിൽ ഒന്നുണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇന്ത്യ ഇതിൽ ചോദ്യത്തിൽ ഇന്ത്യ ഒഴികെയുള്ളതെന്ന് ചോദിച്ചു. അല്ലാതെ സബ് കോണ്ടിനെന്റിലെ എല്ലാ കൺട്രീസും എഴുതാൻ പറഞ്ഞാൽ ഇന്ത്യയും എഴുതിയിരിക്കണം കേട്ടോ. ഇന്ത്യയും സബ് കോണ്ടിനെന്റിന്റെ ഭാഗമാണ്. മറ്റ് രാജ്യങ്ങളുടെ പേര് ഇതൊക്കെയാണ്: പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് കേട്ടോ. ഇന്ത്യ ഉണ്ട്. ഇന്ത്യ നമുക്ക് അതിൽ പറഞ്ഞതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. ബാക്കി 4 രാജ്യങ്ങൾ, മൊത്തം 5 ഉണ്ട്. ബാക്കി 4 രാജ്യങ്ങളുടെ പേര് ഇതാണ്. 12ാമത്തെ ചോദ്യം. ലിസ്റ്റ് ഫാക്ടേഴ്സ് കൺട്രോളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. താപനിലയുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. കഴിഞ്ഞ വട്ടം ഇൻസൊലേഷൻ, അതായത് സെക്കൻഡ് ടേമിൽ ഇൻസൊലേഷന്റെ ഫാക്ടേഴ്സ് ആണ് ചോദിച്ചത്. അപ്പോൾ ഒന്നെങ്കിൽ ഇൻസൊലേഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ. ഇത് സാധാരണ ചോദിച്ചു കാണുന്ന ഒരു സെക്ഷൻ ആണ്. അപ്പൊ ടെമ്പറേച്ചറിന്റെ 4 ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. 4 എണ്ണമെങ്കിലും എഴുതുക. 5 എണ്ണം ഉണ്ട്, 4 എണ്ണമെങ്കിലും എഴുതുക. ലാറ്റിറ്റ്യൂഡ് അക്ഷാംശം, ആൾട്ടിറ്റ്യൂഡ് ഉയരം, ഡിസ്റ്റൻസ് ഫ്രം സീ കടലിൽ നിന്നുള്ള ദൂരം, പ്രസൻസ് ഓഫ് വാം ആൻഡ് കോൾഡ് ഓഷൻ കറൻസ് അല്ലെങ്കിൽ വെറുതെ ഓഷൻ കറൻസ് അല്ലെങ്കിൽ സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് എഴുതാം. പിന്നെ ലോക്കൽ ആസ്പെക്ട്സ് പ്രാദേശിക കാരണങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു 4 എണ്ണം എഴുതുക. 5 എണ്ണം എഴുതിയാലും കറക്റ്റ് ആണ്. ഇതിനെ വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 4 ഫാക്ടറുകൾ മാത്രം എഴുതിയാൽ മതി. അടുത്തത് 13ാമത്തെ ചോദ്യം. ഹ്യൂമിഡിറ്റി, 2 ടൈപ്സ് ഓഫ് ഹ്യൂമിഡിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത 2 തരമുണ്ട്. യഥാർത്ഥ ആർദ്രത അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ആപേക്ഷിക ആർദ്രത. ഇതിനെ വിവരിക്കാനാണ്. രണ്ടിനും ഓരോ മാർക്ക് വെച്ച് കിട്ടും. ഹ്യൂമിഡിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഹ്യൂമിഡിറ്റിന്ന് ഒന്നെങ്കിൽ എന്താണ് ഹ്യൂമിഡിറ്റി എന്നൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ ഇതേ കണക്ക് 2 ടൈപ്പിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരം എഴുതിയെടുക്കാം. ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥമാണ്, ആക്ച്വൽ എമൗണ്ട്, അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ആണ് ആബ്സല്യൂട്ട്. ഇനി റിലേറ്റീവ് എന്ന് പറയുമ്പോൾ റിലേഷൻ ആണ്. അപ്പൊ ഇതിൽ തന്നെ ഉണ്ട് റിലേഷൻ, അതായത് ആപേക്ഷികം, ഒന്നിനെ അപേക്ഷിച്ച്. അപ്പം ഇവിടെ പെർസെൻറ്റേജ് ആണ്, പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ കമ്പയർഡ് ടു ദ ഫുൾ കപ്പാസിറ്റി അറ്റ് ഗിവൺ ടെമ്പറേച്ചർ. അപ്പോൾ ആ പോയിന്റുകൾ, ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത പോയിന്റുകളൊക്കെ ഒന്ന് ഓർക്കുക. അപ്പോൾ ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് വെച്ച് പഠിക്കുക. ഇതിപ്പം മോഡലില് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്ന സ്ഥിതിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കില്ല, മറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ചോദ്യങ്ങളായിരിക്കും പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ. ഇനി 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സീസ്മിക് വേവ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സീസ്മിക് വേവ്സ് എന്ന് പറയുമ്പോൾ ഭൂകമ്പ തരംഗങ്ങളാണ്. ഇതിൽ ഏറ്റവും അപകടകാരിയായ ഭൂകമ്പ തരംഗം ഏതെന്നാണ്. 3 തരം വേവ്സ് ആണ് ഉള്ളത് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. പി വേവ്സ്, എസ് വേവ്സ്, അതുപോലെ തന്നെ സർഫസ് വേവ്സ്. പി തരംഗങ്ങൾ, എസ് തരംഗങ്ങൾ, അതുപോലെ തന്നെ ഉപരിതല തരംഗങ്ങൾ. ഇതില് പിയും എസും ഒക്കെ ബോഡി വേവ്സ് ആണ്. ബോഡി വേവ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ഭൂമിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന തരംഗങ്ങളാണ്. പക്ഷെ പുറത്തുണ്ടാവുന്നത് സർഫസ് വേവ്സ് ആണ്. പേരിൽ തന്നെ വ്യക്തമാണ്, ഉപരിതലം, സർഫസ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാവുന്നതേ ഉള്ളൂ ഏതായിരിക്കും അപകടകാരി. ഉള്ളിൽ ഉണ്ടാകുന്നതിനേക്കാളും നമുക്കും ജീവനും സ്വത്തിനും ഒക്കെ അപകടകരമാകുന്നത് സർഫസ് വേവ്സ് ആണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം സർഫസ് വേവ്സ് ആണ്. അപ്പോൾ 1 മാർക്ക് അവിടെ കിട്ടും. 2 മാർക്കിന്റെ ചോദ്യമാണ്. സർഫസ് വേവ്സ് എന്ന് എഴുതുമ്പോൾ 1 മാർക്ക് കിട്ടും. എനി 2 ക്യാരക്ടറിസ്റ്റിക്സ്, 1 മാർക്ക് വെച്ച് അങ്ങനെ 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുമ്പോൾ ഫുൾ മാർക്ക് കിട്ടും. അത് നോക്കാം നമുക്ക്. സോ സർഫസ് വേവ്സ് ആർ ദ ലാസ്റ്റ് റിപ്പോർട്ട് ഓൺ സീസ്മോഗ്രാഫ് കേട്ടോ. അതായത് സീസ്മോഗ്രാഫിൽ അവസാനം എത്തുന്ന ഉപരിതല തരംഗങ്ങളാണെന്നും മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ആണെന്നും എഴുതാം. മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ആ പോയിന്റിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എഴുതാൻ ഇതിന്റെ മറ്റൊരു പേര് ലവ് വേവ്സ് എന്ന് അറിയപ്പെടും. ആ ഒരു പോയിന്റ് കൂടി വേണമെങ്കിൽ എഴുതാം. ലവ് വേവ്സ്, ലവ് എന്ന് പറയുന്നത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാണ് കേട്ടോ. ലവ് വേവ്സ് അല്ലെങ്കിൽ എൽ വേവ്സ് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. അതൊരു പോയിന്റ് ആണ്. എൽ വേവ്സ് എന്ന് അറിയപ്പെടുന്നത് സർഫസ് വേവ്സ് ആണ്. അപ്പോൾ അങ്ങനെ എഴുതാം. ലാസ്റ്റ് റിപ്പോർട്ട് അതൊരു പോയിന്റ് ആണ്. എൽ വേവ്സ് എന്ന് എഴുതാം. അങ്ങനെ 2 പോയിന്റ് എഴുതാം. പിന്നെ 1 പോയിന്റ് ഓൾറെഡി അതിലുണ്ട്, അതും നിങ്ങൾക്ക് എഴുതാം, അത് തെറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് 2 മാർക്ക് അങ്ങനെ അതിൽ ലഭിക്കുന്നു. 15ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 4 കോസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ആഗോള താപനത്തിന്റെ ഏതെങ്കിലും 4 കാരണങ്ങൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്.
നമുക്ക് കാരണങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ്, അതായത് നമ്മൾ കൽക്കരി പോലുള്ള അല്ലെങ്കിൽ എന്താണ് ഇന്ധനങ്ങൾ, നമ്മുടെ പെട്രോളിയം, ഡീസൽ പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത്, കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ് അല്ലെങ്കിൽ ഒറ്റവാക്കിൽ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയാം. പിന്നെ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഹരിതഗ്രഹ വാതകം അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവം എന്ന് എഴുതാം. പിന്നെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, അതായത് വ്യവസായങ്ങളിൽ നിന്നുള്ള പുക, വ്യവസായങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഒരു 4 പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ 1/2 മാർക്ക് വെച്ച് 2 മാർക്ക് ലഭിക്കും. അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാം, ഇനിയുണ്ട് ഒരുപാട് പോയിന്റുകൾ എഴുതാം. വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം, അങ്ങനെയൊക്കെ ഉള്ളത് എഴുതാം. പിന്നെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മനുഷ്യൻ തന്നെയാണ് ചെയ്യുന്നത്, എങ്കിലും ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ഈ കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു 4 പോയിന്റ്, 2 മാർക്കിനായതുകൊണ്ട് 4 പോയിന്റ് എഴുതുക. ഇനി ഇതൊരു 3 മാർക്കിനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോളതാപനം എന്താണെന്നൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എഴുതാവുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 16ാമത്തത്, ലിസ്റ്റ് വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സലിനിറ്റി, സമുദ്ര ലവണത്തെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സമുദ്ര ലവണത്വവുമായി ബന്ധപ്പെട്ട. അപ്പോൾ 4 പോയിന്റുകളുണ്ട് ഇവിടെ. ഇവാപറേഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ, ഫ്രഷ് വാട്ടർ ഫ്ലോ ഫ്രം റിവേഴ്സ്, അതുപോലെ തന്നെ വിൻഡ് ട്രാൻസ്ഫറിങ് വാട്ടർ ടു അതർ ഏരിയാസ് ആൻഡ് ഓഷൻ കറൻസ്. അതിൽ വിൻഡ് എന്ന് മാത്രം എഴുതിയാലും മതി, കുഴപ്പമില്ല. പിന്നെ ഓഷൻ കറൻസ് എന്ന് എഴുതാം. അപ്പോൾ വീണ്ടും ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, അതുപോലെ അങ്ങനെ 5-6 പോയിന്റുകളുണ്ട്. 4 നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 4 എഴുതുക. ബാഷ്പീകരണം, അതുപോലെ വർഷം, ഇത് 2ആയിട്ടും വേണമെങ്കിൽ എഴുതാം കേട്ടോ. പ്രസിപ്പിറ്റേഷൻ ആൻഡ് ഇവാപറേഷനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ബാഷ്പീകരണം വർഷപാതം എന്നും എഴുതാം. നദികളിൽ നിന്നുള്ള ശുദ്ധജലം, ധ്രുവപ്രദേശങ്ങളിൽ നിന്നുള്ള മഞ്ഞ്, അതുപോലെ തന്നെ കാറ്റ്, പിന്നെ സമുദ്രജല പ്രവാഹങ്ങൾ. അപ്പോൾ ഏതെങ്കിലും ഒരു 4 പോയിന്റ് എഴുതുക. അങ്ങനെ 2 മാർക്ക് അവിടെ ലഭിക്കും. അടുത്ത നമുക്ക് 17ാമത്തെ ചോദ്യം നോക്കാം. 2 മാർക്കിന്റെ തന്നെയാണ്, 17, 18. 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സിംഗിൾ ടേം എഴുതാനാണ്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ടോപ്പിക്കിൽ നിന്നാണ്, എങ്കിലും ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാമായിരുന്നു. 2 ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിലുണ്ട്. അപ്പൊ എന്തായാലും നോക്കാം. അന്യം നിന്ന് പോകുന്ന സാധ്യതയുള്ള ജീവിവർഗങ്ങളെ അറിയപ്പെടുന്നത് സ്പീഷീസ് വിച്ച് ആർ ഇൻ ഡേഞ്ചർ. ഇതിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടും കേട്ടോ. ഇൻ ഡേഞ്ചർ എന്ന് പറയുമ്പോൾ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ് ഉത്തരം കേട്ടോ. എൻഡേഞ്ചേർഡ് സ്പീഷീസ്. അപ്പൊ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ് അതിന്റെ ഉത്തരം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ. ഓക്കെ, അടുത്ത ചോദ്യം സ്പീഷീസ് വിത്ത് റെയർ അല്ലെങ്കിൽ വെരി സ്മോൾ പോപ്പുലേഷൻ. അപ്പൊ റെയർ സ്പീഷീസ്, അപൂർവ ഇനം ജീവികൾ, റെയർ സ്പീഷീസ് എന്നാണ് അതിന്റെ ഉത്തരം. എയും ബിയും. ഇത് ആക്ച്വലി ഡിലീറ്റ് ടോപ്പിക് ആണ്. ചോദ്യം വന്നിരുന്നു, എഴുതാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. 18ാമത്തെ ചോദ്യം, നെയിം ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രോൺസ്. ഫ്രണ്ടുകൾ അല്ലെങ്കിൽ ഫ്രോൺസിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. വാദമുഖങ്ങളെ പറ്റി പേര് മാത്രം എഴുതിയാൽ മതി. 4 ആണുള്ളത്. ഇതിപ്പോ 3 കൊടുത്തിട്ടുള്ള ഒന്നുകൂടി ഉണ്ട്. സി ആണ് കേട്ടോ. സി, അതിന് ഡി എന്ന് പറയുന്നത് ഒക്ലൂഡഡ് ഫ്രണ്ട് ആണ് കേട്ടോ. ഒക്ലൂഡഡ് ഫ്രണ്ട്. അങ്ങനെ 4 ഫ്രണ്ടുകളാണുള്ളത്. വാം ഫ്രണ്ട് ഉഷ്ണവാതമുഖം, കോൾഡ് ഫ്രണ്ട് ശീതവാതമുഖം, അതുപോലെ സ്റ്റേഷനറി, നിശ്ചലം, ഒക്ലൂഡഡ് തന്നെയാണ് അതിൽ ഒക്ലൂഡഡ് ഫ്രണ്ട്. അപ്പോൾ ഒക്ലൂഡഡ് ഫ്രണ്ട്, അങ്ങനെ 4 ഫ്രണ്ടുകളാണുള്ളത്. ഓർത്തിരിക്കുക. വാതമുഖങ്ങൾ ഒന്നെങ്കിൽ വാതമുഖങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എയർ മാസുകളിൽ നിന്നും ചോദിക്കാറുണ്ട് കേട്ടോ. എയർ മാസുകളിൽ നിന്നും ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട്. അതായത് വായു സഞ്ചയം. അപ്പൊ എന്താണ് വാതമുഖം, എന്താണ് വായു സഞ്ചയം എന്നൊക്കെ ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സെക്ഷൻ സി ആണ് ആൻസർ. ഇനി 6 ക്വസ്റ്റ്യൻസ്, 6 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇവിടെയും 8 ചോദ്യങ്ങളുണ്ട്. 2 നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് 19ാമത്തെ ചോദ്യം നോക്കാം. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് യൂണിവേഴ്സ് അക്കോർഡിംഗ് ടു ബിഗ് ബാങ് തിയറി. സെക്കൻഡ് ടേമിൽ നിന്നുള്ള വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബിഗ് ബാങ് തിയറിയുടെ സ്റ്റേജസ് എഴുതാനാണ്. 3 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ 3 മാർക്കിന് നിങ്ങൾക്ക് ആ 3 സ്റ്റേജസ് ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങൾ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക, അല്ല നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് വെച്ചിട്ട് പഠിക്കാം. 3 സ്റ്റേജസിനെ ഒന്ന് അതാരാണ് കൊണ്ടുവന്നത് അങ്ങനെയൊക്കെ എഴുതാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് 3 സ്റ്റേജസ് എഴുതാവുന്നതാണ്. അടുത്ത 20ാമത്തെ ചോദ്യം ഒരു പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതും റിപ്പീറ്റഡ് ആണ്. മുൻ വർഷത്തെ ബോർഡിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ സ്റ്റാലക്മൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. പിക്ചർ തന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യുക. അത് ഏത് ജിയോമോർഫിക് പ്രോസസ്സ്, ഭൂരൂപീകരണത്തിന് കാരണമാകുന്ന ഘാതന പ്രേരകം ഏത് എന്ന് എഴുതുക, അല്ലെങ്കിൽ ആ ഏജന്റ് ഏതെന്ന് എഴുതുക. അപ്പോൾ എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ABCD 4 ഡയഗ്രാമിലെ 4 പോർഷൻസ് ഏതെല്ലാമാണെന്ന് എഴുതാനാണ്. എ എന്ന് പറയുന്നത് സ്റ്റാലക്ടൈറ്റ് ആണ് കേട്ടോ. എ എന്ന് പറയുന്നത് സ്റ്റാലക്ടൈറ്റ് ആണ്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബി സ്റ്റാലക്മൈറ്റ് ആണ്. സി എന്ന് പറയുന്നത് പില്ലർ ആണ്, സ്തംഭം.
പിന്നെ ഈ ഒരു ഭാഗം കേവ് എന്നോ എഴുതാം, അത് കറക്റ്റാണ്, കേവ് മൗത്താണ് കറക്റ്റ്, കേവ് മൗത്തും. പിന്നെ ഇതിൻ്റെ അടുത്ത ചോദ്യം, സെക്കൻഡ് ചോദ്യം, ജിയോമോർഫിക് പ്രോസസ് ഏതെന്നാണ്. ഭൂഗർഭജലം അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ് എഴുതേണ്ടത് കേട്ടോ. അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ ഇറോഷണൽ ഡെപ്പോസിഷനിൽ ഇത് വരുന്നുണ്ട്. ഇറോഷണൽ എന്ന് പറയുമ്പോൾ ഇതിൽ ആ കേവ് ആണ് ഇറോഷണൽ, ബാക്കിയെല്ലാം ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. അടുത്ത 21ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ടേബിളിൽ മാച്ച് ദ ഫോളോയിങ് എന്ന ചോദ്യമാണ്. ടേബിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ടിട്ടുണ്ട് ഏജന്റുകളും അതുപോലെ അതിൻ്റെ ഇറോഷണൽ ഡെപ്പോസിഷൻ ലാൻഡ് ഫോംസും. ഈ ഒരു ടോപ്പിക്ക് സ്ഥിരമായി റിപ്പീറ്റ് വരുന്നതാണ്. ഇങ്ങനെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് അല്ലെങ്കിൽ എടുത്തെഴുതാനായിട്ട് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതും അത് ഈ ഒരു എന്താണ് ഏജന്റുകളും അതുപോലെ തന്നെ ഇറോഷണൽ ലാൻഡ് ഫോംസും ഏകദേശം സിമിലർ ആയിട്ട് വരാറുണ്ട്. മുൻ വർഷത്തെ ചോദ്യപേപ്പർ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിൻഡ് റിവർ ഗ്ലേഷ്യേഴ്സ് തന്നെയാണ് തിരിച്ചും മറിച്ചും. പിന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് ഇങ്ങനെ പിക്ചർ ബേസ്ഡും അല്ലെങ്കിൽ അല്ലാതെ എഴുതാനും, ഇപ്പം കഴിഞ്ഞ സെക്കൻഡ് ടേമിന് അല്ലാതെ എഴുതാനും ചോദിച്ചിരുന്നു. നമ്മുടെ സെക്കൻഡ് ടേമിന് അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ ഡെപ്പോസിഷനിലും ഇറോഷനിലും ഒക്കെ എഴുതാനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു നോക്കാം. ആദ്യം ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ടിരിക്കുന്നതിനെ കറക്റ്റ് ഓർഡറിൽ ഇവിടെ എഴുതിയത് കാണാൻ സാധിക്കും. മഷ്റൂം റോക്ക്, വിൻഡിൻ്റെത് ഇറോഷണൽ മഷ്റൂം റോക്ക്, കൂൺശിലകൾ, അതുപോലെ തന്നെ സാൻഡ് ഡ്യൂൺസ് മണൽക്കൂനകൾ. പിന്നെ റിവറിൻ്റെത് ഇറോഷണൽ മിയാൻഡർ ആണ്, ഡെപ്പോസിഷൻ ഡെൽറ്റ, ഗ്ലേഷ്യേഴ്സിൻ്റെ സിർക്കും മൊറൈൻസും. അപ്പോൾ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ 5 ജിയോമോർഫിക് ഏജന്റുകൾ, അതായത് വിൻഡ് റിവർ ഗ്ലേഷ്യർ അല്ലാതെ അണ്ടർഗ്രൗണ്ട് വാട്ടറും ഉണ്ട്, അതുപോലെ തന്നെ സീ വേവ്സും ഉണ്ട്, തിരമാലകളുണ്ട്. ഇവയുടെ എല്ലാം ഇറോഷണൽ ഡെപ്പോസിഷൻ അപക്ഷയ അതുപോലെ തന്നെ നിക്ഷേപക ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ ഘാതക നിക്ഷേപക ഭൂരൂപങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവയൊക്കെ തന്നെയാണ്. കേൾക്കുമ്പോഴേ അത് ഏത് ഏജന്റിൻ്റെ ആണ് എഴുതാൻ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ എനി 3 ഡിഫറെൻറ്റ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് പ്രോസസ്സസ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്. അന്തരീക്ഷം ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ചൂട് കൈമാറ്റം നടക്കുന്ന വിവിധ പ്രക്രിയകൾ. ഇതും റിപ്പീറ്റഡ് ആണ്, സെക്കൻഡ് ടേമിന് ചോദിച്ചതാണ്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ, അഡ്വെക്ഷൻ, ഇത്രയുമാണ് എഴുതുന്നത് കേട്ടോ. സംനയനം, സംവഹനം, അഭിവഹനം, അതുപോലെ തന്നെ ഭൗമ വികിരണവും കൂടിയുണ്ട്. അങ്ങനെ 4 പ്രോസസ്സ് വരും. ഇതിലിപ്പോൾ ഞാൻ 3 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ടെറസ്ട്രിയൽ റേഡിയേഷനോട് ചേർത്ത് എഴുതാം. ഒരു ചിത്രങ്ങളൊക്കെ ഉണ്ട്, ഇതിന് ഡയഗ്രാംസ് ഉണ്ട്, അതുകൂടിയൊക്കെ വരച്ച് എഴുതാവുന്നതാണ്. 3 മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട്. അടുത്ത 23ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് നാച്ചുറൽ വെജിറ്റേഷൻ ടൈപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായ നൈസർഗിക സസ്യജാലമേത് അല്ലെങ്കിൽ വനമേത് എന്നതാണ് ഉത്തരം. ട്രോപ്പിക്കൽ ഡെസീഡിയസ് ഫോറസ്റ്റ് ആണ് കേട്ടോ. മൺസൂൺ ഫോറസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ എന്നാണ് കേട്ടോ ഉത്തരം. ഉഷ്ണമേഖല ഇലപൊഴി വനങ്ങൾ, ഇംഗ്ലീഷിൽ ട്രോപ്പിക്കൽ ഡെസീഡിയസ്. ഇതിനെ തന്നെ മൺസൂൺ വനങ്ങൾ അല്ലെങ്കിൽ മൺസൂൺ ഫോറസ്റ്റ് എന്നറിയപ്പെടും. 3 മാർക്കിൻ്റെതായതുകൊണ്ട് നിങ്ങൾക്കൊരു 6 വാല്യൂ പോയിന്റ്സോളം എഴുതാം. ഇല്ലെങ്കിൽ ഇത് കണക്ക് അതിൻ്റെ പോയിന്റ്സ് നിങ്ങളുടെ കയ്യിൽ കാണും. മഴയുടെ അളവ് എഴുതണം, അവിടുത്തെ മരങ്ങളുടെ പേര് എഴുതാം. ഇങ്ങനെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട് കേട്ടോ. മോയിസ്റ്റ് ഡെസീഡിയസ് എന്നും ഡ്രൈ ഡെസീഡിയസ് എന്നും ബേസ്ഡ് ഓൺ റെയിൻഫോൾ, എമൗണ്ട് ഓഫ് റെയിൻഫോൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇതിപ്പോൾ വൈഡ് സ്പ്രെഡ് എന്ന് ചോദിച്ചു. അപ്പോൾ ഡെസീഡിയസ് ഇലപൊഴിയുമാണ്. അതുപോലെ തന്നെ എവർഗ്രീനും മറ്റ് ട്രോപ്പിക്കൽ തോണുണ്ട്, അതുപോലെ മാംഗ്രൂവ് ഉണ്ട്, മോണ്ടെയിൻ ഉണ്ട്. മറ്റ് നൈസർഗിക സസ്യജാലങ്ങളുടെ പേരും അവയുടെ ഒരു 3-4 പോയിന്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ അടുത്ത എക്സാമിന് ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. 24ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ 1 വേർഡ് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ടൈഡിൽ നിന്ന് ചോദ്യങ്ങൾ വരും. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ വർഷം. ടൈപ്സ് ഓഫ് ടൈഡ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി, ആവർത്തനതയുടെ അടിസ്ഥാനത്തിൽ വേലികളെ തരംതിരിക്കുന്നത് എങ്ങനെയെന്നാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി, ആവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അർദ്ധ ദൈനികം, ദൈനികം, അതുപോലെ തന്നെ മിശ്രവേലികൾ, ഡയറണൽ, സെമി ഡയറണൽ, മിക്സഡ് ടൈഡ്സ്. ഓക്കെ, ഡയറണൽ, സെമി ഡയറണൽ, മിക്സഡ് ടൈഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറണൽ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു വേലിയേറ്റും ഒരു വേലിയൊക്കെ, അതായത് പെർ ഡേ, അതായത് 1 ഹൈ ടൈഡ് ആൻഡ് 1 ലോ ടൈഡ്. അടുത്തത് പ്രതിദിനം. മറ്റേത് സെമി ഡയറണൽ ആകുമ്പോൾ 2 ഹൈ ടൈഡും 2 ലോ ടൈഡും, 2 വേലിയേറ്റും 2 വേലിയൊക്കെ. മിശ്ര വേലികൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ഉയരത്തിലുള്ള വേലികളാണ് കേട്ടോ. ടൈഡ്സ് വിത്ത് വേരിയിങ് ഹൈറ്റ് ആണ്. അങ്ങനെ ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി വി ക്യാൻ ഡിവൈഡ് ടൈഡ്സ് ഇൻറ്റു 3: ഡയറണൽ, സെമി ഡയറണൽ, മിക്സഡ് കേട്ടോ. ഇനി ബേസ്ഡ് ഓൺ എന്തുണ്ട്? പൊസിഷൻ ഓഫ് സൺ, മൂൺ, എർത്ത് ഉണ്ട്. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും സൂര്യൻ്റെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 ആക്കുന്നുണ്ട്. നീപ് ടൈഡും സ്പ്രിംഗ് ടൈഡും. അതുകൂടി ചിത്രത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി പഠിക്കുക. ഇപ്പോൾ ഇവിടെ മോഡലിന് ഇത് ചോദിച്ച സ്ഥിതിക്ക് എന്ത് ചോദിക്കാം? ബോർഡിന് അത് ചോദിക്കാം കേട്ടോ. സ്പ്രിംഗ് ടൈഡ്, നീപ് ടൈഡ് എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് സൺ, മൂൺ, എർത്ത് ചോദിക്കാം. അടുത്ത 25ാമത്തെ ചോദ്യം, പ്രിപ്പയർ എ നോട്ട് ഓൺ ഹിമാലയൻ ഡ്രെയിനേജ്.
കഴിഞ്ഞ എക്സാമിനും ഇൻഡസിൽ നിന്ന് ചോദ്യം വന്നിരുന്നു. ഇൻഡസ് ഗംഗയൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഇവിടെയും അത് തന്നെയാണ് എഴുതേണ്ടത്. കാരണം ഹിമാലയൻ ഡ്രെയിനേജ് ചോദിക്കുമ്പോഴും ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര ഇവയെ മൂന്നിനെ പറ്റി ഷോർട്ട് നോട്ട് എഴുതുക. ഇവിടെ ഞാൻ ഒരു മൂന്നിനെ പറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മലയാളം പോയിന്റുകളുണ്ട്. പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് വെച്ചിട്ട് പഠിക്കാം. ഇപ്പോൾ ഹിമാലയം ചോദിച്ച സ്ഥിതിക്ക് പെനിൻസുലയും ചോദിക്കാം. പെനിൻസുലയിൽ ഒരുപാട് നദികളുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു 2-3 പോയിന്റ് വെച്ച് ഒക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള 1-2 റിവർ ഗോദാവരി, ലാർജസ്റ്റ് പെനിൻസുലർ റിവർ ചോദിക്കാം, അല്ലെങ്കിൽ നർമ്മദയൊക്കെ ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ഒറിജിനും അത് എവിടെയാണ് ചേരുന്നത്, അത് ബേ ഓഫ് ബംഗാളിലാണോ അതുപോലെ അറേബ്യൻ സീയിലാണോ അങ്ങനെയൊക്കെ ഉള്ളതൊന്ന് ഓർത്തിരിക്കുക. ഇവിടെയും ഗംഗ, ഇൻഡസ്, ബ്രഹ്മപുത്രയുടെ ഒറിജിനും അവയുടെ ട്രിബ്യൂട്ടറീസിൻ്റെ പേര്, അതായത് പോഷക നദികളുടെ പേരും ഒക്കെ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അടുത്തത് ഈ സെക്ഷനിൽ, അതായത് സെക്ഷൻ സിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 3 മാർക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 4 ഡിസ്റ്റിങ് സീസൺസ് എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വിവിധ കാലങ്ങളെ പറ്റിയാണ്, അല്ലെങ്കിൽ ഋതുക്കളെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതിലേതെങ്കിലും ഒന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ 4 വ്യത്യസ്ത കാലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കോൾഡ് വെതർ സീസൺ ശൈത്യകാലം, ഹോട്ട് വെതർ സീസൺ ഉഷ്ണകാലം, സൗത്ത് വെസ്റ്റ് മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, റിട്രീറ്റിംഗ് മൺസൂൺ മൺസൂണിൻ്റെ പിൻവാങ്ങൽ അല്ലെങ്കിൽ വിടവാങ്ങൽ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്നും എഴുതാം. രണ്ടും കറക്റ്റ് തന്നെയാണ്. അതായത് വിന്റർ സമ്മർ നമ്മൾ പറയാറില്ല, കോൾഡ് വെതർ എന്നും ഹോട്ട് വെതർ എന്നുമാണ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റി നിങ്ങൾക്ക് എഴുതാം. ഞാനിവിടെ ഹോട്ട് വെതറിനെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. പോസ് ചെയ്തിട്ട് എഴുതാം. ഇതേപോലെ വിന്ററിൻ്റെ അല്ലെങ്കിൽ കോൾഡ് വെതർ സീസണിൻ്റെയും ഇതുപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ. ഈ മൺസൂണിനെ പറ്റിയാണെങ്കിൽ അതും എഴുതാവുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീസണെ മാത്രം എടുത്തിട്ടോ 2 സീസണെ കമ്പയർ ചെയ്ത് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് സെക്ഷൻ സിയിലെ 12 അല്ല 8 ചോദ്യങ്ങൾ. 8 എണ്ണത്തിൽ നിങ്ങൾക്ക് 6 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് സെക്ഷനിലോട്ട് പോവാം. സെക്ഷൻ ഡി ആണ്. സെക്ഷൻ ഡിയിൽ മൊത്തവും 6 ചോദ്യങ്ങളുണ്ട്. അതിൽ 4 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, 4 മാർക്ക് വെച്ചിട്ടാണ്. 4 × 4 16 മാർക്കാണ് സെക്ഷൻ ഡി എന്ന് പറയുന്നത്. 6 ചോദ്യങ്ങളുണ്ട്, ഇൻക്ലൂഡിങ് മാപ്പ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ്, കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ ആ 4 ഉത്തരങ്ങൾ അറിയാമെങ്കിലേ മാപ്പ് അറ്റൻഡ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും 4 എസ്സേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. 27ാമത്തെ ചോദ്യം 2 സബ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ പേഴ്സൺ ഹു പുട്ട് ഫോർവേഡ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. വെരി ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായി എക്സാമിന് റിപ്പീറ്റ് വരുന്ന ഒരു ചോദ്യമാണ്. എന്തായാലും പഠിച്ചിട്ട് പോവുക. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി വൻകര വിസ്ഥാപന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണ ഇതിൽ നിന്ന് ചോദിക്കുന്നത് തെളിവുകളെ പറ്റിയാണ്, എവിഡൻസസ് എഴുതാനാണ്. ഇവിടെ എവിഡൻസസ് ആയിട്ട് ചോദിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ബ്രീഫ് നോട്ട് എഴുതുമ്പോൾ എവിഡൻസസ് അവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. തെളിവുകളെ പറ്റിയും എഴുതാം, അല്ലെങ്കിൽ പാൻജിയ പാന്തലാസയെ പറ്റിയൊക്കെ എഴുതാം. ഞാൻ ഇവിടെ നോട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. ഇംഗ്ലീഷും മലയാളം ഉണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ ചാനലിൽ പല വീഡിയോകളിലും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്, വീഡിയോസ് ഉണ്ട്. അത് കണ്ട് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് വെച്ചിട്ട് പഠിക്കാം. അപ്പോൾ ആൽഫ്രഡ് വെഗ്നർ ആണ് കേട്ടോ കൊണ്ടുവന്നത്. അതപ്പോൾ ഒരു പോയിന്റ് ആവും, പിന്നീട് അതിനെപ്പറ്റി എഴുതുക. അടുത്ത 28ാമത്തെ ചോദ്യം വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ എക്സാമിന് ഒരു ബ്ലാങ്ക് തന്നിട്ടൊക്കെ ചോദിച്ചതാണ്. അതായത് ഒരു ബോക്സ് ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് ഫില്ല് ചെയ്യാൻ ചോദിച്ചതാണ്. വെതറിങ്, അപക്ഷയം. ഇവിടെ അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റി വിവരിക്കാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അപക്ഷയം 3 തരമുണ്ട്: ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ്. വെതറിങ്ങിനെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അത് നിങ്ങളുടെ ടേബിളൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് പാരഗ്രാഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത 29ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വീണ്ടും റിപ്പീറ്റ് വരുന്ന ചോദ്യം. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഹോട്ട് ടോപ്പിക് എന്ന് തന്നെ പറയാം. ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ നിന്നൊരു ചോദ്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. കാരണം അതിൽ നിന്ന് കമ്പൽസറി ആയിട്ട് ചോദിച്ചിരിക്കും. സാധാരണ ചോദിക്കുന്ന ചോദ്യം തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ലോവർ മോസ്റ്റ് ലെയർ, അതായത് ട്രോപ്പോസ്ഫിയറിനെ പറ്റിയാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും താഴത്തെ അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, ഒരു 4 പോയിന്റ് ആ ക്യാരക്ടറിസ്റ്റിക്സിൽ എഴുതാം. അതുപോലെ തന്നെ 5 ലെയറുകളുടെ പേരും മുകളിൽ എഴുതാവുന്നതാണ്. ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. നിങ്ങളുടെ കയ്യിൽ പോയിന്റുകളുണ്ട്. അതിലേക്ക് ഡയഗ്രാം വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ 4 മാർക്കിൻ്റെ ചോദ്യം ആയതുകൊണ്ട് ഒരു ഡയഗ്രാമൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിലും 4 അല്ലെങ്കിൽ 5 ലെയറുകളുടെ പേര് എഴുതുക. ഇവിടെ ഞാൻ ട്രോപ്പോസ്ഫിയറിനെ പറ്റിയുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലും കാണും, അത് വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ട് എഴുതി പഠിക്കാവുന്നതാണ്. അടുത്തത് 30ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വീണ്ടും റിപ്പീറ്റ്, സെക്കൻഡ് ടേമിലും വന്നു, കഴിഞ്ഞ ബോർഡിനും മോഡലിനും ഒക്കെ വന്ന ഒരു ടോപ്പിക്കാണ് ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്.
ഇവിടെ രണ്ടിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേതിൽ കണ്ടെടുത്താനും എളുപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഈ ആരോ കണ്ടുപിടിക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ സൂര്യനെയും ചന്ദ്രനെയും ഇവർ കൊടുത്തിട്ടുണ്ട് ഡയഗ്രാമിൽ. ആദ്യത്തേനകത്ത് സൂര്യനാണ്. അപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ ഡേ ടൈം ആണ്, പകല്. അപ്പോൾ ഡേ ടൈമിൽ ഉണ്ടാവുന്നത് ഏതാണ്? സീ ബ്രീസ് ആണ്. ഇവിടെ ചന്ദ്രനാണ്, അപ്പോൾ രാത്രിയാണ്. നൈറ്റിൽ ഉണ്ടാവുന്നത് ലാൻഡ് ബ്രീസ്, കരക്കാറ്റാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇത് സീ ബ്രീസ് ആണ്, ഇത് ലാൻഡ് ബ്രീസ് ആണ്. ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിനെപ്പറ്റി ഇത് 4 മാർക്കിൻ്റെ ചോദ്യമാണല്ലോ, അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും കൂടി അറിഞ്ഞിരിക്കുക. രണ്ടിനെയും പറ്റിയുള്ള പോയിന്റുകൾ എഴുതുക, ഫുൾ മാർക്ക് ലഭിക്കും. ഓക്കെ, അടുത്തത് 31ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ദ്വീപുകൾ, അതായത് കമ്പാരിസൺ ബിറ്റ്വീൻ ഐലൻഡ് ഗ്രൂപ്പ്സ് ഓഫ് അറേബ്യൻ സീ ആൻഡ് ബേ ഓഫ് ബംഗാൾ. അതായത് നമ്മുടെ ലക്ഷദ്വീപിനെ പറ്റിയും ആൻഡമാൻ ആൻഡ് നിക്കോബാറിനെയും കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കാണ്. ഡയറക്റ്റ് ആയിട്ട് ലക്ഷദ്വീപും ആൻഡമാൻ എന്നും ചോദിക്കാം, ഇല്ലെങ്കിൽ ഈ രീതിയിൽ ചോദിക്കും. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മുൻ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മാപ്പാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മാപ്പ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 4 എണ്ണം ഉണ്ട്. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, 4 മാപ്പും നല്ലതായിട്ട്, അതായത് കൃത്യമായി നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ, ലേബൽ ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ അറ്റൻഡ് ചെയ്യാവൂ. ഓക്കെ, അതായത് വെറുതെ മാർക്ക് ചെയ്ത് വെച്ച് നിങ്ങൾ അതിൻ്റെ മാർക്ക് കളയാതിരിക്കുക കേട്ടോ. അപ്പോൾ കാരണം നിങ്ങൾക്ക് 6 ചോദ്യമുണ്ട്, 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മാപ്പ് ഒന്ന് പരിശോധിക്കാം. എ എന്ന് പറയുന്നത് മൗണ്ടൻ റേഞ്ച് പാരലൽ ടു വെസ്റ്റ് കോസ്റ്റ്, പശ്ചിമ തീരത്തിന് സമാന്തരമായ പർവ്വത നിരകൾ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സ് ആണ്, പശ്ചിമഘട്ടം. ഓക്കെ, കേരളത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന പശ്ചിമഘട്ടം, സഹ്യാദ്രീസ് ഒന്നും എഴുതാം, അല്ലെങ്കിൽ പശ്ചിമഘട്ടം ഒന്നും എഴുതാം. എ അതായിരുന്നു. ബി എന്ന് പറയുന്നത് ലാർജസ്റ്റ് പെനിൻസുല റിവർ ഫ്ലോയിങ് വെസ്റ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, പലർക്കും തെറ്റിപ്പോവാൻ. ലാർജസ്റ്റ് പെനിൻസുല റിവർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ഗോദാവരിയാണ്. അതാണ് ഉത്തരം, ലാർജസ്റ്റ് പെനിൻസുല റിവർ. പക്ഷേ ഗോദാവരി ഇതാണ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഗോദാവരി ഒഴുകുന്നത് എങ്ങോട്ടാണ്? ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി ബേ ഓഫ് ബംഗാളിൽ ഈസ്റ്റിൽ വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ഇത് ഈസ്റ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ റൈറ്റ് സൈഡ് ഈസ്റ്റും ലെഫ്റ്റ് സൈഡ് വെസ്റ്റും. പക്ഷേ വെസ്റ്റിൽ ചേരുന്ന ലാർജസ്റ്റ് റിവറാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഇവിടെ ആയിട്ട് വരത്തില്ല, കറക്റ്റ് ഇതാ ഈ ഭാഗത്തായിട്ട് വരും നർമ്മദ കേട്ടോ. ഞാനിപ്പോൾ മാർക്ക് ചെയ്തത് നോക്കി പഠിക്കുക. ഇവിടെ ആയിട്ട് വരും, കറക്റ്റ് ഇവിടെ കൂടി ഒഴുകി അങ്ങ് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നർമ്മദയാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് കേട്ടോ. അപ്പോൾ ലാർജസ്റ്റ് പെനിൻസുലർ റിവർ ഫ്ലോയിങ് വെസ്റ്റ്, പടിഞ്ഞാറെന്ന് ചോദിക്കുകയാണെങ്കിൽ നർമ്മദ. ഈസ്റ്റോ അല്ലെങ്കിൽ വെറുതെ ലാർജസ്റ്റ് പെനിൻസുലർ റിവർ എന്നോ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഗോദാവരിയാണ് കേട്ടോ. ഗോദാവരി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗോദാവരി, ഇവിടെ മാർക്ക് ചെയ്തതാണ് ഗോദാവരി. ഇവിടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് വെസ്റ്റിലോട്ട് ഒഴുകി വന്ന് ചേരുന്നത് നർമ്മദയാണ് കേട്ടോ. ഇനി ഹയസ്റ്റ് പീക്ക് ഓഫ് പെനിൻസുലാർ പ്ലേറ്റു, ഇതും റിപ്പീറ്റഡ് സ്ഥിരമായി വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടിയാണ്, ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടിയാണ് കേട്ടോ. കേരളത്തിൽ എവിടെയെങ്കിലും, കേരളത്തിൻ്റെ ഏകദേശം സെൻട്രൽ പാർട്ടായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റീജിയൻ ഇൻ വെസ്റ്റ് ബംഗാൾ വെയർ മാംഗ്രൂവ് ഫോറസ്റ്റ്. ഈ ചോദ്യം വേറെ രീതിയിലും ചോദിക്കാം. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതെന്നും ചോദിക്കാം. രണ്ടിൻ്റെ ഉത്തരം ഒന്ന് തന്നെയാണ്, സുന്ദർബൻസ്. കൊൽക്കത്തയുടെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് താഴത്തോട്ടായിട്ട് മാർക്ക് ചെയ്യുക. സുന്ദർബൻസ് ആണ് ഉത്തരം. ലാർജസ്റ്റ് ഡെൽറ്റ എന്ന് ചോദിച്ചാലും ഉത്തരം അത് തന്നെയാണ് കേട്ടോ. ഇതായിരുന്നു 4 മാപ്പ് ക്വസ്റ്റ്യൻസ്. മാപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ വേറെ ഒരുപാട് മാപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം, പരിശോധിക്കാം. അപ്പോൾ പ്ലേലിസ്റ്റ് ഉണ്ട്, +1ൻ്റെ മാത്രമുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അത് പരിശോധിച്ച് അതിനകത്തുള്ള വീഡിയോസ് കണ്ട് പഠിക്കുക. ചാനലിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുന്നതുണ്ട്. അപ്പോൾ മോഡലിലെ ആൻസർ കീസൊക്കെ ഇതായിരുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങൾ, ഇത് വളരെ കുറച്ച് ചോദ്യങ്ങളെ റിപ്പീറ്റ് വരാൻ ചാൻസ് ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, സെക്കൻഡ് ടേമിൽ ഡിസംബറിൽ നടന്ന എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങൾ കൂടി ഒന്ന് നോക്കി പഠിക്കാൻ ശ്രമിക്കുക. കാരണം അതിൽ നിന്നും ചോദ്യങ്ങൾ വരാവുന്നതാണ് കേട്ടോ. സെക്കൻഡ് ടേമിനാണ് കൂടുതലും ചാൻസ് കൂടുതൽ. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബോർഡ് എക്സാം വളരെ എളുപ്പമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. സോ താങ്ക് യു, ആൻഡ് പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.